മുംബൈ നഗരത്തിലൂടെയുള്ള രണ്ടാമത്തെ ദിവസത്തെ യാത്ര. ഇന്നത്തെ യാത്ര മുംബൈ പ്രഭാദേവിയിലുള്ള പ്രശസ്ത ക്ഷേത്രമായ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്കാണ്. 1801 ലക്ഷ്മൺ വിധു, ദേവുഭായ് പാട്ടീൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ക്ഷേത്രം മുംബൈയിലെ അതിസമ്പന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ താമസിക്കുന്ന ഗ്രാൻഡ് റോഡിൽ നിന്നും സബർബൻ ട്രെയിനിൽ ദാദറിൽ ഇറങ്ങി അവിടെ നിന്ന് ഷെയർ ടാക്സിയിലാണ് സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക് പോകാൻ. ദാദറിൽ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കാണ്. ഷെയർ ടാക്സിക്കും ഇലക്ട്രിക് ബസ്സിനും പോകാനായി നിൽക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതികഠിനമായ ചൂട്. കേരളത്തിലെ അത്രയും ചൂടുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ഇല്ലാത്തത് കാരണം നാട്ടിലെ അത്രയും വിയർക്കുന്നില്ല. ഈ കാഴ്ച എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആരും ക്യൂ നിന്ന് ഒരു വണ്ടിയിലും കയറില്ല. എല്ലാവരും കൃത്യമായി വരിവരിയായി തന്നെ നിന്ന് വണ്ടിയിൽ കയറുന്നു. ആരും ഇടയ്ക്ക് വെച്ച് കയറുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല. ക്യൂ നിന്ന് ഒടുവിൽ ഞങ്ങൾക്കും കിട്ടി ഒരു ഷെയർ ടാക്സി. ഏകദേശം 3 കിലോമീറ്ററോളമുണ്ട് ദാദറിൽ നിന്നും സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക്. ഒരുപാട് രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും ബിസിനസ്സുകാരുമൊക്കെ വരുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് സിദ്ധിവിനായക ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ സിദ്ധിവിനായക ക്ഷേത്രത്തിലെത്തി. ഭക്തർക്ക് സർവസിദ്ധി പ്രദാനം ചെയ്യുന്ന സിദ്ധിവിനായകനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ചെറിയൊരു മണ്ഡപത്തിലാണ് സിദ്ധിവിനായകൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മണ്ഡപത്തിലേക്കുള്ള വാതിലിൽ ഗണപതിയുടെ 8 രൂപങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ മേൽക്കൂരയുടെ ഉൾഭാഗം സ്വർണത്തിലാണ് പണിതീർത്തിരിക്കുന്നത്. സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങളുടെ അടുത്ത യാത്ര മഹാലക്ഷ്മിയിലെ ഭുലാഭായ് ദേശായി റോഡിലുള്ള ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്കാണ്. സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് ദാദറിലെത്തി അവിടെ നിന്നും മഹാലക്ഷ്മിയിലേക്ക് പോകുന്ന സബർബൻ ട്രെയിൻ കയറിയാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. മുംബൈയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ മഹാലക്ഷ്മി ക്ഷേത്രം മുംബൈ നഗരത്തിൻ്റെ ഐശ്വര്യ ദേവതയായാണ് വിശ്വാസികൾ കരുതുന്നത്. ഇവിടെ മഹാലക്ഷ്മി പ്രധാന പ്രതിഷ്ഠയായും മഹാകാളി, മഹാസരസ്വതി എന്നിവർ ഇരുവശത്തുമായും കാണപ്പെടുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനിയുള്ള യാത്ര. ഇതാണ് മുംബൈയിലെ പ്രശസ്തമായ മറൈൻ ഡ്രൈവ്. ദക്ഷിണ മുംബൈയിലെ നരിമാൻ പോയിന്റ് മുതൽ മലബാർ ഹിൽസ് വരെ സി ആകൃതിയിൽ ഏകദേശം 3.6 കിലോമീറ്റർ കടലിൻ്റെ അരികു ചേർന്ന് വളഞ്ഞു കിടക്കുന്നതാണ് മുംബൈയിലെ മറൈൻ ഡ്രൈവ്. പ്രശസ്തമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ്മഹൽ പാലസ് ഹോട്ടലുമാണ് ലക്ഷ്യം. ബ്രിട്ടനിലെ ജോർജ് 5 രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 നിർമ്മാണം ആരംഭിച്ച ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉദ്ഘാടനം 1924 ഡിസംബർ 4 ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നേരെ എതിർവശമാണ് പ്രശസ്തമായ താജ്മഹൽ പാലസ് ഹോട്ടൽ. 2008 മുംബൈ ആക്രമണത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഈ ഹോട്ടൽ.